എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അദ്നാൻ ഖപീൽ ദർവേഷ് എഴുതിയ മേരി ദുനിയാ കെ തമാം ബച്ചെ എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. വോ ജമാ ഹോംഗെ ഏക് ദിൻ और खेलेंगे एक साथ मिलकर वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे वो कुत्तों से बतियाएंगे और बकरियों से और हरे टिड्डों से और चींटियों से भी. കുട്ടികളെ, ഈ വരികളിൽ കവി എന്താണ് പറയുന്നത്? ലോകത്തുള്ള എല്ലാ കുട്ടികളും ഒരു ദിവസം ഒന്നിച്ചു കൂടുമെന്ന്. അവർക്കിടയിൽ ജാതിയോ മതമോ രാജ്യത്തിന്റെ അതിർത്തികളോ ഒന്നും തടസ്സമായിരിക്കില്ല. അവർ ഒരുമിച്ച് കളിക്കും. പിന്നെ വൃത്തിയുള്ള ചുമരുകളിൽ പെൻസിൽ കൊണ്ട് കോറി വരയ്ക്കും. മുതിർന്നവരവരെ വഴക്കു പറയുമായിരിക്കും. പക്ഷേ അതവരുടെ നിഷ്കളങ്കമായ ലോകത്തിന്റെ ഭാഗമാണ്. അവർ മനുഷ്യരോട് മാത്രമല്ല, പട്ടികളോടും ആടുകളോടും പുൽച്ചാടികളോടും ഉറുമ്പുകളോടും പോലും സംസാരിക്കും. ഇത് കാണിക്കുന്നത് അവരുടെ ലോകത്ത് എല്ലാ ജീവജാലങ്ങൾക്കും സ്ഥാനമുണ്ടെന്നാണ്. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ദേഖ്നാ, വോ തുമ്ഹാരി ടാങ്കോ മേ ബാലു ഭർ ദേംഗെ ഏക് ദിൻ और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. നിങ്ങളുടെ ഇന്ന് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധവും വെറുപ്പും സൃഷ്ടിക്കുന്ന മുതിർന്നവരെയാണ്. കുട്ടികൾ എന്തു ചെയ്യുമെന്ന കവി പറയുന്നത്? അവർ യുദ്ധത്തിനുപയോഗിക്കുന്ന ടാങ്കുകളിൽ നിറയെ മണൽ വാരിയിടും. തോക്കുകൾ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടും. അതായത് യുദ്ധത്തിന്റെ ചിഹ്നങ്ങളെ അവർ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. വെറുപ്പിന്റെ ആയുധങ്ങളെ സ്നേഹം കൊണ്ടവരില്ലാതാക്കും. വോ തുമ്ഹാരി ദീവാറോ മേ छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे वो सहसा चीखेंगे और कहेंगे देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. മുതിർന്നവർ നിർമ്മിച്ച മതിലുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള, മനുഷ്യർ തമ്മിലുള്ള മതിലുകൾ. കുട്ടികൾ ആ മതിലുകളിൽ ദ്വാരങ്ങളുണ്ടാക്കും, അപ്പുറം എന്താണെന്ന് നോക്കാൻ. അപ്പുറം കാണുമ്പോൾ അവർ അത്ഭുതത്തോടെ വിളിച്ചു പറയും, അപ്പുറത്തും നമ്മുടേതുപോലുള്ള കാലാവസ്ഥയാണല്ലോ എന്ന്. ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചെ ചീंटियों, कीटों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज को खिलौना बना देंगे. എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളോടും, അതായത് ഉറുമ്പുകളും പുഴകളും മലകളും കടലുകളും സസ്യങ്ങളോടും ചേർന്ന് ഒരു മുന്നേറ്റം നടത്തും. വെറുപ്പും വിദ്വേഷവും കൊണ്ട മുതിർന്നവർ പണിതുയർത്തിയ ഈ ലോകത്തിനെതിരെ അവർ നിങ്ങളുണ്ടാക്കിയ ഓരോന്നിനെയും, അതായത് യുദ്ധത്തിന്റെയും വേർതിരിവിന്റെയും ചിഹ്നങ്ങളെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. സ്നേഹവും നിഷ്കളങ്കതയും കൊണ്ട് അവർ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കും.